ഹായ്, ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. 2023 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 30 മാക്സിമ ആൻഡ് മിനിമയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താമെന്നും ഈ ലാബിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓൾറെഡി ലാബ് 30 മാക്സിമ ആൻഡ് മിനിമയിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ക്ലാസ് കണ്ട് എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലാക്കുക. ഇവിടെ 2023 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലാബ് 30 നിന്ന് 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 15 ലാബ് 29 എന്നായിരുന്നു കഴിഞ്ഞ വർഷം. ഇത് 30 എന്ന് നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള കണ്ടന്റിന് യാതൊരു ചേഞ്ചുമില്ല. മാക്സിമ ആൻഡ് മിനിമ സെക്കൻഡ് ഇയർ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാബാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ടിക്കിട്ടിട്ടുണ്ടായിരിക്കും, അത് മാത്രം ആൻസർ ചെയ്താൽ മതി. ആദ്യം ഫംഗ്ഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യുക. ദെൻ ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ. ആൾസോ ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ്. നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ദെൻ ഇൻപുട്ട് ബാറിൽ ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, കാരണം ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് തന്നെയായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. സോ ജസ്റ്റ് ആ ഫംഗ്ഷൻ മാത്രം ടൈപ്പ് ചെയ്യാം. 2 മൈനസ് 9x മൈനസ് 6x സ്ക്വയർ 6x ഷിഫ്റ്റ് ക്യാപ് 2 ദെൻ മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് ഷിഫ്റ്റ് ക്യാപ് 3. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ ഗ്രാഫ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കണ്ടെത്തണം. അപ്പൊ ഗ്രാഫ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഗ്രാഫ് നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഡിക്രീസ് ചെയ്ത് ഇവിടെ വന്നിട്ട് വീണ്ടും ഇൻക്രീസ് ചെയ്ത് അവിടെ പോയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, താഴോട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നാണ് ഡിക്രീസ് ചെയ്ത് വന്ന് ദെൻ ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ വീണ്ടും ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എവിടെയൊക്കെയാണ് ടേണിംഗ് സംഭവിക്കുന്നത്? ഇവിടെ ടേണിംഗ് സംഭവിക്കുന്നുണ്ട്, ഇവിടെയും ടേണിംഗ് സംഭവിക്കുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ്സ് കണ്ടെത്തണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് -4നും -2നും കറക്റ്റ് മിഡിലായിട്ട് വരും. അപ്പൊ ആൻസർ എന്താണ്? -3. അതായത് x ഈക്വൽ ടു -3 ആണ് ഒരു ടേണിംഗ് പോയിന്റ്. മറ്റൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ -2നും 0ക്കും കറക്റ്റ് മിഡിലായിട്ട് വരും. ദാറ്റ് ഈസ് -1. So x equal to -3 and x equal to -1 are the turning points എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റാൻഡേർഡ് വ്യൂവിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായ വാല്യൂസ് ബോധ്യപ്പെടും. ഓക്കെ, സോ കണ്ടോ, x ഈക്വൽ ടു -3 ആണ് ഒരു ടേണിംഗ് പോയിന്റ്, x ഈക്വൽ ടു -1 ആണ് മറ്റൊരു ടേണിംഗ് പോയിന്റ്. ഇനി ഈ -3 എന്ന് പറയുന്ന ടേണിംഗ് പോയിന്റ് ലോക്കൽ മാക്സിമയാണോ ലോക്കൽ മിനിമയാണോ? വ്യക്തമാണ്, അതെന്താണ്, മിനിമം വാല്യൂ ആണ് നൽകുന്നത്. അതുകൊണ്ട് ഈ പോയിന്റ് എന്തെന്ന് പറയും? ലോക്കൽ മിനിമ. അതായത് x ഈക്വൽ ടു -3 ഈസ് എ ലോക്കൽ മിനിമ ആൻഡ് x ഈക്വൽ ടു -1 ഈസ് എ ലോക്കൽ മാക്സിമ. ഇനി മിനിമം വാല്യൂ കാണുന്നതിന് വേണ്ടി ആ -3 നമ്മുടെ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇൻപുട്ട് ബാറിൽ എഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കണം? -3 എന്ന് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് ലഭ്യമാകും 2. അടുത്ത് -1ലാണ് നമുക്ക് ലോക്കൽ മാക്സിമം വാല്യൂ കിട്ടുന്നത്. ആ വാല്യൂ കണ്ടെത്താൻ വേണ്ടി എഫ് ഓഫ് -1 എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻപുട്ട് ബാറിൽ -1 ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടി? 6. അതായത് ലോക്കൽ മിനിമം വാല്യൂ 2, ലോക്കൽ മാക്സിമം വാല്യൂ 6 എന്ന് മനസ്സിലാക്കാം. ഇത് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തും? ലാബ് 30 മാക്സിമ ആൻഡ് മിനിമ ക്വസ്റ്റ്യൻ നമ്പർ 15 ആണെങ്കിൽ 15 എന്ന് എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആ ഫംഗ്ഷൻ എഴുതുക. എക്സ് ഈക്വൽ ടു -3 ഈസ് എ ലോക്കൽ മിനിമ. ലോക്കൽ മിനിമം വാല്യൂ കാണാൻ ഫംഗ്ഷനിൽ എക്സിന് എന്ത് കൊടുക്കണം? -3 കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരുന്നു? 2. x ഈക്വൽ ടു -1 ഈസ് എ ലോക്കൽ മാക്സിമ. ലോക്കൽ മാക്സിമം വാല്യൂ കാണാൻ ഫംഗ്ഷനിൽ എന്ത് കൊടുക്കണം? -1. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 6. ശരിയല്ലേ? ഒന്നുകൂടെ നോക്കിക്കോ, 2ഉം 6ഉം ആണ് നമ്മുടെ മിനിമവും മാക്സിമവും വാല്യൂസ്. ഇതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടിക്കിട്ടിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ ആൻസർ ചെയ്യണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 21 മൈനസ് 24x പ്ലസ് 9x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. അതിനുവേണ്ടി ഈ എഫ് ഓഫ് എക്സ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. എന്താണ് ഫംഗ്ഷൻ?
21 minus 24x, then plus 9x square, plus 9x square, shift cap 2, then minus x cube, minus x shift cap 3, then enter ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഡിക്രീസ് ചെയ്ത് ഇവിടെ ടേൺ ചെയ്ത് വീണ്ടും എന്താണ് ഇവിടെ നിന്ന് താഴോട്ട് ഡിക്രീസ് ചെയ്യുന്നു അല്ലേ, ഇവിടെ ഡിക്രീസ് ചെയ്ത് ദെൻ ഇൻക്രീസ് ചെയ്യുന്നു ദെൻ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ വാട്ട് ആർ ദ ടേണിംഗ് പോയിന്റ്സ്? x equal to 2 is the first turning point, x equal to 4 is the second turning point. അപ്പോൾ 2 എന്താണ് നൽകുന്നത്? ലോക്കൽ മിനിമ. സോ x equal to 2 is a ലോക്കൽ മിനിമ, x equal to 4 is a ലോക്കൽ മാക്സിമ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം വാല്യൂ കാണുന്നതിന് വേണ്ടി ആ ഫംഗ്ഷനിൽ എക്സിന് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ എന്താണ്? f of 2 ബ്രാക്കറ്റിനകത്ത് 2, ദെൻ എൻ്റർ ചെയ്യുമ്പോൾ വാല്യൂ 1 എന്ന് കിട്ടും. ദെൻ f ഓഫ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ ഫംഗ്ഷൻ അടുത്ത ടേണിംഗ് പോയിന്റ് എന്താണ്? 4ലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ f ഓഫ് 4 എൻ്റർ കൊടുക്കുമ്പോൾ മാക്സിമം വാല്യൂ 5, അതായത് ലോക്കൽ മിനിമം വാല്യൂ 1, ലോക്കൽ മാക്സിമം വാല്യൂ 5 എന്ന് കിട്ടും. ആൻസർ ഷീറ്റിൽ അത് രേഖപ്പെടുത്തുക, ഫംഗ്ഷൻ എഴുതുക. ദെൻ x equal to 2 is a ലോക്കൽ മിനിമ. മിനിമം വാല്യൂ, ലോക്കൽ മിനിമം വാല്യൂ ഈക്വൽ ടു എന്ത് കിട്ടി? 1. x equal to 4 is a ലോക്കൽ മാക്സിമ. സോ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ f of 4, ഫംഗ്ഷനിൽ 4 കൊടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, മിനിമം വാല്യൂ 1, മാക്സിമം വാല്യൂ 5. മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1, മാക്സിമം വാല്യൂ 5. സിമിലർലി തേർഡ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്തു നോക്കാം, അതിൻ്റെ ആൻസർ ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x given below. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് മാത്രം കൺസിഡർ ചെയ്യുക. ദെൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് f dash x, f prime x, and plot its points of intersection with the x axis. ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, ആ ഡെറിവേറ്റീവിന്റെ ഗ്രാഫും x ആക്സും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടെത്തുക. അതാണല്ലോ നമ്മൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്ത് ഫൈൻഡ് പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ, ആൾസോ ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ്. വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇൻപുട്ട് ബാറിൽ ഈ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഞാനൊരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു, ന്യൂ വിൻഡോ. അത് സ്റ്റാൻഡേർഡ് വ്യൂവിലാക്കുന്നു. നിങ്ങൾക്കറിയാം, റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൺട്രോൾ M കൊടുക്കാം. ഇൻപുട്ട് ബാറിൽ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്താണ് ഫംഗ്ഷൻ? 3x³ ഷിഫ്റ്റ് ക്യാപ്പ് 3 മൈനസ് 10x സ്ക്വയർ മൈനസ് 10x ഷിഫ്റ്റ് ക്യാപ്പ് 2 മൈനസ് 10x സ്ക്വയർ മൈനസ് 20x മൈനസ് 20x, then plus 15, then എൻ്റർ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഗ്രാഫ് സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണ് ടേണിംഗ് സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നോക്കിക്കോ, ഇങ്ങനെ പോയി എന്താണ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്ത് ദെൻ എന്താണ് ഇവിടെ ടേൺ ചെയ്ത് സംഭവിക്കുന്നു. വീണ്ടും താഴെയും ഒരു ടേണിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ക്രീൻ നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടേണിംഗ് കാണുവാൻ സാധിക്കും അല്ലേ. ഇങ്ങനെ പോയി ഇവിടെ ഒരു ടേണിംഗ് ഉണ്ട്, വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും ടേൺ ചെയ്ത് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കഥ. കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കണം. സോ അതിനുവേണ്ടി ഇൻപുട്ട് ബാറിൽ ഡെറിവേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എന്താണ്? f. എൻ്റർ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് നമുക്കിവിടെ റെഡ് കളറിൽ കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഈ റെഡ് കളർ ഗ്രാഫ്, അതാണല്ലോ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ്, അതും നമ്മുടെ x ആക്സും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടെത്തണം. അതും നമ്മുടെ x ആക്സിസും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടെത്തണം. അതായത് ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷന്റെ ഗ്രാഫ്, അത് x ആക്സുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടെത്തണം. അപ്പോൾ ഇത് കറക്റ്റ് -1 എന്നല്ല, അതിനിടയ്ക്ക് വരുന്ന പോയിന്റ് ആണ്. എക്സാക്ട് വാല്യൂ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇന്റർസെക്ട് ടൂൾ എടുക്കുക, പോയിന്റ് ടൂളിൽ ഇന്റർസെക്ട് എന്ന ഓപ്ഷൻ എടുക്കുക. ഈ റെഡ് കളർ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ x ആക്സിസിൽ ക്ലിക്ക് ചെയ്യുക. സോ 2 പോയിന്റ് നമുക്ക് ലഭ്യമായി. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് എന്ന് പറയുന്നത് a യുടെ x കോർഡിനേറ്റും b യുടെ x കോർഡിനേറ്റും ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്ത് കിട്ടുന്ന എക്സിന്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടേണിംഗ് പോയിന്റ്സ്.
അതായത് ഹിയർ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് -0.75 ആൻഡ് 2.97 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് ടേണിംഗ് പോയിന്റ് ഉണ്ട്, ഒന്ന് -0.75 മറ്റൊന്ന് 2.97. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തും നമുക്ക് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കണ്ടെത്താം, അല്ലാതെയും കണ്ടെത്താം. ആദ്യം ഞാൻ ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാഫ് ഒന്ന് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണ് ടേണിംഗ് എന്ന് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് തൽക്കാലം ആവശ്യമില്ല. നോക്കിക്കോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്ത് ഇവിടെയാണ് ടേൺ ചെയ്തത്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ത് നൽകുന്നു? ലോക്കൽ മാക്സിമം വാല്യൂ നൽകുന്നു. അപ്പോൾ x ഈക്വൽ ടു -0.75 ഈസ് എ ലോക്കൽ മാക്സിമ എന്ന് മനസ്സിലാക്കാം. അടുത്ത് വീണ്ടും ഇത് ഡിക്രീസ് ചെയ്ത് ഇവിടെ വന്നിട്ട് താഴോട്ട് അല്ലേ, താഴെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ മിനിമം വാല്യൂ ബി എന്ന് പറയുന്നതിന്റെ എക്സ് കോർഡിനേറ്റ് അതായത് 2.97 ഈസ് എ ലോക്കൽ മിനിമ അല്ലേ. ഇത് താഴോട്ട് വന്നിട്ട് കർവ് ചെയ്താണ് പിന്നെ മേളിലോട്ട് വരുന്നത്. അപ്പോൾ മിനിമം വാല്യൂ താഴെ ആയിരിക്കും ആ ടേണിംഗ് പോയിന്റ് ക്യാപിറ്റൽ ബിയുടെ എക്സ് കോർഡിനേറ്റ്. സോ x ഈക്വൽ ടു 2.97 ഈസ് എ ലോക്കൽ മിനിമ എന്ന് മനസ്സിലാക്കാം. സോ ശരിയാണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ x ഈക്വൽ ടു 2.97 ഈസ് എ ലോക്കൽ മിനിമ. ലോക്കൽ മിനിമം വാല്യൂ കാണണമെങ്കിൽ ഫംഗ്ഷനിൽ എന്ത് ചെയ്താൽ മതി? 2.97 കൊടുക്കുക. അപ്പോൾ ആൻസർ -54.01 എന്ന് കിട്ടും. -0.75 ഈസ് എ ലോക്കൽ മാക്സിമ എന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി. സോ ലോക്കൽ മാക്സിമം വാല്യൂ ഈക്വൽ ടു ആ ഫംഗ്ഷനിൽ എക്സിന് -0.75 കൊടുക്കുമ്പോൾ ആൻസർ എന്താണ്? 23.11 എന്ന് കിട്ടും. ആൻസർ കാണുന്നതിന് വേണ്ടി നമുക്കിവിടെ കൊടുക്കാം എഫ് ബ്രാക്കറ്റിനകത്ത് എന്തായിരുന്നു ആദ്യത്തെ പോയിന്റ്? എ എന്ന് പറയുന്ന ഇതിപ്പോ സോറി, ഇത് നമ്മൾ വിൻഡോ മാറിപ്പോയി, ഇതായിരുന്നല്ലോ പോയിന്റ്. ഓക്കെ, ഇവിടെ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എന്തായിരുന്നു ആദ്യത്തെ പോയിന്റ്? മാക്സിമം വാല്യൂ കാണുന്നത് -0.75 എഫിന് കൊടുക്കുമ്പോഴാണ്. -0.75 ദെൻ എൻ്റർ ചെയ്യുമ്പോൾ 23.11 എന്ന് കിട്ടും. സിമിലർലി മിനിമം വാല്യൂ കാണുന്നതിന് വേണ്ടി ഫംഗ്ഷനിൽ എന്ത് കൊടുക്കണം? എക്സിന് ക്യാപിറ്റൽ ബിയുടെ എക്സ് കോർഡിനേറ്റ് 2.97 എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -54.01 എന്ന് കിട്ടും. അതല്ലേ നമ്മുടെ ആൻസർ? അതാണ് നമ്മുടെ ആൻസർ, -54.01. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. അല്ല എങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തും നമുക്ക് ആശയത്തിലേക്ക് എത്താം. എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്? ഈ ഡെറിവേറ്റീവിന്റെ സൈൻ നോക്കിക്കോ. എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഡെറിവേറ്റീവിന്റെ സൈൻ എന്താണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുന്നു. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വന്നാൽ ആ പോയിന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വന്നാൽ ലോക്കൽ മാക്സിമ നൽകുന്നു. അതുപോലെ ബി എന്ന ടേണിംഗ് പോയിന്റ് എന്താണ്? ലെഫ്റ്റ് സൈഡ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നു എങ്കിൽ ആ പോയിന്റ് എന്ത് നൽകുന്നു? ലോക്കൽ മിനിമം നൽകുന്നു. അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. വൈവയ്ക്ക് ചോദിക്കാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ലോക്കൽ മാക്സിമ എങ്ങനെ കണ്ടെത്താം, ലോക്കൽ മിനിമ എങ്ങനെ കണ്ടെത്താം? എന്താണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ അത് ലോക്കൽ മാക്സിമ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ അത് ലോക്കൽ മിനിമ നൽകുന്നു എന്ന് മനസ്സിലാക്കാം. സിമിലർലി നെക്സ്റ്റ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. യൂസിംഗ് ഇൻപുട്ട് കമാൻഡ് ഡ്രോ ദ ഫംഗ്ഷൻ f of x in the given interval. കൺസിഡർ ഓൺലി വൺ ഹാവിംഗ് ടിക്ക് മാർക്ക്. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്യാം. ആ ഫംഗ്ഷൻ ഡ്രോ ചെയ്തതിനു ശേഷം ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ ഗിവൺ ഇന്റർവൽ. ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? x³ -x² -3x + 4 ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ -2,2. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? -2 <= x <= 2. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡ്രോ ചെയ്യണം. അതിനുവേണ്ടി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യാം. ഒരുപാട് ജിയോജിബ്ര വിൻഡോസ് ഓപ്പൺ ആയിരുന്നാൽ നമുക്കത് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഫയൽ എടുത്ത് പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് വ്യൂ ആക്കുന്നു. ഇൻപുട്ട് ബാറിൽ ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഒന്നാമത്തെ ഫംഗ്ഷൻ x³ -x², x ഷിഫ്റ്റ് ക്യാപ് 3, x³ -x² ഷിഫ്റ്റ് ക്യാപ് 2, x³ -x² -3x then +4 എൻ്റർ ചെയ്യുമ്പോൾ ആ ഗ്രാഫ് കിട്ടും. പക്ഷെ അതല്ല നമ്മുടെ ഫംഗ്ഷൻ. കോമ ഒരു കമാൻഡ് കൂടെ ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. -2 <= x <= 2
ദെൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ കിട്ടും. ഫംഗ്ഷൻ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -2,2 അതാണ് ഈ ഫംഗ്ഷൻ. അപ്പോൾ ഇത് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും കണ്ടെത്തണം. അബ്സല്യൂട്ട് മാക്സിമ അബ്സല്യൂട്ട് മിനിമ കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്സ് കണ്ടെത്തുക. അതിനെയാണ് ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടേണിംഗ് പോയിന്റ്സ് കണ്ടെത്തണമെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി ഡെറിവേറ്റീവ് എന്ന് കൊടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ വരും. ഫംഗ്ഷൻ്റെ പേരെന്താണ്? എഫ്. എൻ്റർ ചെയ്യുമ്പോൾ റെഡ് കളർ ഗ്രാഫ്, അതാണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇനി ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫും എക്സ് ആക്സും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റും കണ്ടെത്തണം. അതാണ് ടേണിംഗ് പോയിന്റ്സ്. അതിനുവേണ്ടി നേരത്തെ ചെയ്തതുപോലെ പോയിന്റ് ടൂൾ ബാറിൽ ഇന്റർസെക്ട് എന്ന ഓപ്ഷൻ എടുക്കുക. റെഡ് കളർ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? എക്സ് ആക്സിസിൽ ക്ലിക്ക് ചെയ്യുക. സോ എ എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ് കിട്ടി. സോ ഹിയർ ടേണിംഗ് പോയിന്റ്സ് എന്താണ്? എയുടെ എക്സ് കോർഡിനേറ്റ് -0.72, ബിയുടെ എക്സ് കോർഡിനേറ്റ് ദാറ്റ് ഈസ് 1.39. അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം കാണണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ -2,2. ഫംഗ്ഷനിൽ എക്സിന് -2 കൊടുത്ത് ഫംഗ്ഷന്റെ വാല്യൂ കാണുക. അതായത് എഫ് ഓഫ് -2 കാണുക, ദെൻ എഫ് ഓഫ് +2 കാണുക, ദെൻ എഫ് ഓഫ് -0.72 കാണുക, എഫ് ഓഫ് 1.39 കാണുക. ഈ 4 വാല്യൂസിൽ ഏതാണോ മാക്സിമം വാല്യൂ അതാണ് അബ്സല്യൂട്ട് മാക്സിമം, ഏതാണോ മിനിമം അതാണ് അബ്സല്യൂട്ട് മിനിമം. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി ആദ്യം എഫ് ഓഫ് ലോവർ ലിമിറ്റിലുള്ള വാല്യൂ എന്തായിരുന്നു? -2. എഫ് ഓഫ് -2 എൻ്റർ ചെയ്യുമ്പോൾ -2 എന്ന് കിട്ടി. നെക്സ്റ്റ് എഫ് ഓഫ് അപ്പർ ലിമിറ്റ് എന്തായിരുന്നു? +2 എൻ്റർ ചെയ്യുമ്പോൾ ആ വാല്യൂ +2 എന്ന് കിട്ടി. നെക്സ്റ്റ് എഫ് ഓഫ് ടേണിംഗ് പോയിന്റ് ആദ്യത്തെ എന്തായിരുന്നു? 1.39 ദെൻ എൻ്റർ ചെയ്തപ്പോൾ 0.58 എന്ന് കിട്ടി. ദെൻ എഫ് ഓഫ് നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ് എന്നാണ്? -0.72 ബ്രാക്കറ്റിനകത്ത് -0.72 ദെൻ എൻ്റർ ചെയ്തപ്പോൾ വാല്യൂ 5.27. ഈ 4 വാല്യൂസിൽ മാക്സിമം വാല്യൂ 5.27. സോ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 5.27 എന്ന് കിട്ടും. അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്താണ്? ഇതിലെ മിനിമം വാല്യൂ -2. സോ ഇത് ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 2 എല്ലാ പാർട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് ആൻസർ ശരിയാണെന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യനെ പരിചയപ്പെടുത്തിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ - x² - 3x + 4 ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ -2,2. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്തായിരുന്നു? 5.27. അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്തായിരുന്നു? -2. ശരിയല്ലേ? മിനിമം വാല്യൂ എന്തായിരുന്നു? -2 ആയിരുന്നു. നേരത്തെ വിൻഡോ വീണ്ടും വന്നു. ഓക്കെ, നോ പ്രോബ്ലം. -2 മിനിമം വാല്യൂ, അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 5.27. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. ഞാൻ അടുത്തത് കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. എന്താണ് രണ്ടാമത്തെ ഫംഗ്ഷൻ? 2x³ - 5x² - 2x + 4 ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ -1,3. എൻ്റെ കമാൻഡ് എന്താണ്? -1 < x < 3. അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, അതിൽ തന്നെ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ, നോ പ്രോബ്ലം. ഞാൻ പുതിയൊരു വിൻഡോ എടുക്കുന്നു. ഓക്കെ, സ്റ്റാൻഡേർഡ് വ്യൂ ആക്കുന്നു. ദെൻ എന്താണ്? ഇൻപുട്ട് ബാറിൽ ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണ് രണ്ടാമത്തെ ഫംഗ്ഷൻ? 2x³ 2x ഷിഫ്റ്റ് ക്യാപ്പ് 3 2x³ - 5x² x ഷിഫ്റ്റ് ക്യാപ്പ് 2 2x³ - 5x² - 2x then +4 കോമ എന്താണ്? ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ -1,3. അപ്പൊ കമാൻഡ് എന്തായിരിക്കും? -1 < x < 3. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് -1നും +3ക്കും ഇടയ്ക്കുള്ള ആ ഫംഗ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ഡ്രോ ദ ഗ്രാഫ് ഓഫ് f of x in the interval closed interval -1,3 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണണമെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്ത് കാണണം? ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കണം. സോ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ്. എൻ്റർ ചെയ്തപ്പോൾ റെഡ് കളർ ഗ്രാഫിൽ കിട്ടി. ഇനി ഈ റെഡ് കളർ ഗ്രാഫും എക്സ് ആക്സും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടെത്തണം. അതിനുവേണ്ടി പോയിന്റ് ടൂളിൽ ഇന്റർസെക്ട് എടുക്കുക, റെഡ് കളർ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ എക്സ് ആക്സിൽ ക്ലിക്ക് ചെയ്യുക. വെരി സിമ്പിൾ. എ എന്ന പോയിന്റ് കിട്ടി, ബി എന്ന പോയിന്റ് കിട്ടി. നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് -1 കാണുക, എഫ് ഓഫ് 3 കാണുക. കാരണം ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ -1,3.
എഫ് ഓഫ് -1ന്റെ വാല്യൂ കാണുക, എഫ് ഓഫ് 3 കാണുക, ദെൻ എന്ത് കാണണം, എഫ് ഓഫ് 3 കാണണം, ദെൻ എഫ് ഓഫ് ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 1.85 കാണണം, -0.18. അതാണ് രണ്ട് ടേണിംഗ് പോയിന്റ്സ്. x equal to -0.18 1.85 are the turning points. ആ ടേണിംഗ് പോയിന്റ്സിലും ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും ഫംഗ്ഷന്റെ വാല്യൂ കാണുക. എന്താണോ മാക്സിമം വാല്യൂ അതാണ് അബ്സല്യൂട്ട് മാക്സിമം, എന്താണോ മിനിമം അതാണ് അബ്സല്യൂട്ട് മിനിമം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു, എഫ് ഓഫ് ലോവർ ലിമിറ്റ് എന്തായിരുന്നു, -1 എൻ്റർ കൊടുക്കുമ്പോൾ വാല്യൂ -1 എന്ന് കിട്ടി. അടുത്ത് എഫ് ഓഫ് എന്താണ് കാണേണ്ടത്, 3 അല്ലേ, എൻ്റർ ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 7 എന്ന് കിട്ടി. നെക്സ്റ്റ് എഫ് ഓഫ് നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ് ആദ്യത്തെ 1.85 എൻ്റർ കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ -4.15 എന്ന് കിട്ടി. ഫൈനലി എഫ് ഓഫ് നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ് -0.18 എഫ് ഓഫ് -0.18 ദെൻ എൻ്റർ ചെയ്യുമ്പോൾ വാല്യൂസ് കിട്ടി. ഈ 4 വാല്യൂസിലെ മാക്സിമം വാല്യൂ എത്രയാണ്, 7. സോ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 7. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്, -4.15. സോ അബ്സല്യൂട്ട് മിനിമം വാല്യൂ -4.15 എന്ന് കിട്ടും. അബ്സല്യൂട്ട് മിനിമം വാല്യൂ -4.15, മാക്സിമം വാല്യൂ 7. സിമിലർലി തേർഡ് പ്രോബ്ലവും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. മാക്സിമ ആൻഡ് മിനിമ എന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇതൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എങ്കിലും അതിന്റെ തിയറി കൂടെ മനസ്സിലാക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ വൈവ ക്വസ്റ്റിന് ചോദിക്കാം, എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്? ഒരു ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കാണാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. എന്താണ് കണ്ടീഷൻ? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന ടേണിംഗ് പോയിന്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടേണിംഗ് പോയിന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടിയാൽ, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് കിട്ടിയാൽ ആ പോയിന്റ് ലോക്കൽ മാക്സിമയാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ ആ പോയിന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് കിട്ടിയാൽ ആ പോയിന്റ് എന്ത് നൽകുന്നു, ആ ലോക്കൽ മിനിമ നൽകുന്നു. ഇങ്ങനെ ആ തിയറി കൂടെ മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഇതിന്റെ വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ലാബിൽ നിന്നുള്ള 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.